അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഇന്നലെ നടന്ന ഫിഖിന്റെ ഉത്തരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചോദ്യം 1 ചേർത്തി എഴുതാം. ബ്രാക്കറ്റിൽ സുന്നത്ത്, ഫർള്, മൻദൂബ്, അബ്ആല് സുന്നത്ത്, മുവക്കദായ സുന്നത്ത് എന്ന് തന്നിട്ടുണ്ട്. 1 തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ എന്താണ്? അബ്ആല് സുന്നത്താണ്. 2 മുസ്തഹബിന്റെ മറ്റൊരു പേര് മൻദൂബ്. 3 നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കൽ സുന്നത്ത്. 4 എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ ഫർള്. 5 ശർഈയായ ഇൽമ് പാരായണം ചെയ്യാൻ മിസ്വാക്ക് ചെയ്യൽ മുവക്കദായ സുന്നത്ത്. നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഓപ്ഷനുകളാണ് അതിലൊക്കെ ഉള്ളത്. മുസ്തഹബിന്റെ മറ്റൊരു പേര് സുന്നത്ത് എന്ന് നമുക്ക് എഴുതാം. സുന്നത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? മൻദൂബ്, തതവ്വു, നഫ്ല്, മുസ്തഹബ്. അതുപോലെ മുവക്കദായ സുന്നത്തുണ്ട്, അബ്ആൽ സുന്നത്തുണ്ട്. ഇതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ചോദ്യം 2 ശരിക്ക് ശരി നൽകാം. 1 ഖൗലിയായ ഫർള്. 2 സലാം വീട്ടൽ, 1 സലാം വീട്ടൽ. ഏതാണ്? 1 സലാം വീട്ടലാണ്. 2 അറഫ ദിനം. ദുൽഹിജ്ജ 9, ശഅബാൻ 15. ഉത്തരം ദുൽഹിജ്ജ 9-നാണ് അറഫ ദിനം. 3 സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കൽ ഫർളാണ്, സുന്നത്താണ്. ഉത്തരം സുന്നത്താണ്. 4 ഖിബ്ലക്ക് മുന്നിടൽ വുളൂഇന്റെ ഷർത്ത്, വുളൂഇന്റെ സുന്നത്ത്. ഉത്തരം വുളൂഇന്റെ സുന്നത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യത്തിന്റെ നമ്പർ എഴുതി യോജിപ്പിക്കാം. ഇവിടെ ഒരു സൈഡിൽ കുറച്ച് 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതിൻ്റെ നേരെ ഓരോ കള്ളികളുണ്ട്. അപ്പോൾ ഉത്തരത്തിൻ്റെ നേരെ ആ ചോദ്യത്തിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. അതായത് 1 നിയ്യത്ത് എന്ന് തന്നിട്ടുണ്ട്. നിയ്യത്ത് എന്താണ്? ഓപ്ഷനിൽ കാണാം ഫർളാണ് എന്ന്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ 1 എന്ന് എഴുതി കൊടുക്കുക. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രണ്ണാണ്? 4. അവിടെ 2 എന്ന് എഴുതി കൊടുക്കുക. 3 തയമ്മുമിൻ്റെ ഫർളുകൾ. തയമ്മുമിന് എത്ര ഫർളുണ്ട്? 6 ഫർളാണുള്ളത്. അവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. 4 ഖുതുബയുടെ ഷർത്തുകൾ. ഖുതുബക്ക് എത്ര ഷർത്തുണ്ട്? 9 ഷർത്തുണ്ട്. അവിടെ 4 എന്ന് എഴുതാം. 5 സക്കാത്ത്. സക്കാത്ത് എന്താണ്? നമുക്ക് വാജിബാണ്. അപ്പോൾ വാജിബിന് നേരെ 5 എന്ന് എഴുതാം. 4ാമത്തെ ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 1 നജസുകൾ എത്ര വിധമാണ്? ഉത്തരം 3. 2 ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? ഉത്തരം ജുമുഅ. 3 ഫർള് എത്ര വിധമാണ്? ഉത്തരം 2 വിധം. 4 ഹൈലിൻ്റെ ചുരുങ്ങിയ പ്രായം എത്ര വയസ്സാണ്? ഉത്തരം 9 വയസ്സ്. ചോദ്യം 5 ഉത്തരം എഴുതാം. 1 റുക്കൂയിൽ എന്ത് ചൊല്ലണം? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലണം. 2 ഒരു തയമ്മും കൊണ്ട് എത്ര നിസ്കരിക്കാം? ഉത്തരം ഒരു തയമ്മും കൊണ്ട് ഫർള് 1 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർള് കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം. 3 നിസ്കാരത്തിന്റെ നിയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം? റക്അത്തുകളുടെ എണ്ണം, അദാ, ഖളാ എന്നിവ വെളിവാക്കലും ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹുവിന് വേണ്ടി എന്ന് കരുതലും നിയ്യത്ത് ഉച്ചരിക്കലും സുന്നത്താണ്. ചോദ്യം 6 പൂരിപ്പിക്കാം. 1 സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് ഡാഷ് എന്ന് വിളിക്കൽ സുന്നത്താണ്. ഉത്തരം അസ്വലാത്ത ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. 2 അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള എല്ലാ ഇരുത്തത്തിലും ഡാഷ് ഇരുത്തമാണ് സുന്നത്ത്. ഉത്തരം അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. അവിടെ ഇഫ്തിറാഷിൻ്റെ എന്ന് എഴുതി കൊടുക്കുക. 3 ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഡാഷ് ഖാശിഊൻ. ഉത്തരം ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ചോദ്യം 7
സാരം എഴുതാം. 1 സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. ഉത്തരം: അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. 2 അസ്വലാത്തു ഖൈറും മിനന്നൗം. അതിൻ്റെ അർത്ഥം ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്. 3 മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അർത്ഥം: വിശ്വസിച്ചും പ്രതിഫലം തേടിയും റമളാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തത് ക്രമത്തിലാക്കാം. ഈ ക്വസ്റ്റ്യനാണ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഫിഖ്ഹിലെ 20ാമത്തെ പാഠമായ അസ്വലാത്തുൽ ജുമുഅ എന്ന പാഠത്തിലെ തെദ്രീബാത്തിൽ ഏറ്റവും അടിയിലുണ്ട്. 4ാമത്തത് ഒരു ഹദീസ് പഠിക്കാം, അർത്ഥം ചോദിച്ചു പഠിക്കുക എന്ന്. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഹദീസ്. അത് ശരിയാക്കി എഴുതാൻ: അൽ ജുമുഅത്തു ഹക്കുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅത്തിൻ ഇല്ലാ അലാ അർബഅത്തിൻ അബ്ദിൻ മംലൂക്കിൻ അവിമ്രഅത്തിൻ ഔ സൊബിയിൻ ഔ മരീലിൻ. അതിൻ്റെ അർത്ഥം: ജുമുഅ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ്. അടിമ, സ്ത്രീ, കുട്ടി, രോഗി എന്നീ 4 പേർക്കൊഴികെ. 2ാമത്തത് എളുപ്പമാണ്: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അടുത്തത് 9ാമത്തത് വ്യക്തമാക്കാം. 1 ഹജ്ജിൻ്റെ മീഖാത്തുകൾ: യലംലം, ദുൽഹുലൈഫ, ജുഹഫ, കർണു മനാസിൽ, ദാത്തുൽ ഇർക്ക്. 2 അടങ്ങി താമസിക്കണം എവിടെയെല്ലാം. ഉത്തരം: റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം. ഇവിടെയെല്ലാം അടങ്ങി താമസിക്കണം. ഇതാണ് 5ാം ക്ലാസ്സുകാർക്ക് ഇന്നലെ നടന്ന ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റു വിഷയങ്ങളുടെയൊക്കെ ആൻസർ കീ ചാനലിൽ വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാർഷിക പരീക്ഷ എഴുതുന്ന മറ്റു കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവർക്കൊക്കെ ഉള്ള വീഡിയോകൾ പരീക്ഷൻ്റെ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.